ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. മീറ്റ് മിസ്റ്റർ അബ്സ കേറജി. ആരാന്ന് മനസ്സിലായില്ലല്ലോ അല്ലേ? ആ ബസ്സിൽ ആ വീഡിയോ എടുത്ത ആ സ്ത്രീയെ കുറിച്ചാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് താഴെ തട്ടിക്കൂടെ ആ വീഡിയോ ആ ഒരു ലേഡി ഇടുന്നുണ്ട്. ആ ലേഡിക്കെതിരെ മെൻസ് ക്ലബ്ബ് പരാതിപ്പെട്ട് കേസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ BJP-യിലാണെന്നുള്ളതാണ്. എന്തിനാണോ ചാണകത്തിന് എന്താണോ ചവിട്ടിയ പുള്ളി, ആ പുള്ളിക്ക് അൺഫോളോ ചെയ്ത കൂട്ടത്തിലാണോ നിങ്ങളും? ഞാൻ അൺഫോളോ ചെയ്തു കേട്ടോ. അത് പോട്ടെ, ആ കേസ് പോട്ടെ. പിന്നെ നിഖില വിമലും പിന്നെ രജീഷും ഒക്കെ വൺ എയറിൽ ഇങ്ങനെ മറ്റേ ചന്ദ്രയാനിൽ കൂടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുവാണല്ലോ. പക്ഷെ ഈ സംഭവം താഴെ തട്ടിക്കൂടെ ഓടുന്നുണ്ട്. അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല, കണ്ണടയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കപ്പെട്ടതാണോ ഇല്ലയോ എന്നുള്ളത് തെളിയിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ ഇപ്പോഴും ഞാനും ഉൾപ്പെടെ എല്ലാവരും ആ സാധാരണക്കാരാണ്, ആ പുരുഷന്റെ കൂടെ തന്നെയാണ്. കാരണം ആ വീഡിയോയിൽ നിന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. അത് ഞാൻ തുറന്ന് പറയുകയാണ് മിസ്റ്റർ അബ്സ കേറജി. അപ്പോൾ അബ്സ കേറജിക്ക് എഗൻസ്റ്റ് ആയിട്ട് മെൻസ് ക്ലബ്ബ് എന്താണ് എനിക്കറിയത്തില്ല, ലീഗലി ഉള്ളതാണോ എന്തോ. എന്തായാലും ആ വീഡിയോയിൽ അതിൽ പ്രൂഫും കാണിക്കുന്നുണ്ട്, കേസ് കൊടുത്തിട്ടുള്ളത് അബ്സ കേറജിക്കെതിരെ. ഒരു കാര്യം മനസ്സിലാക്കുക, പണ്ടൊക്കെ കവലകളും പീഡിയകളും ഒക്കെ ഉണ്ട്, അവിടെ നിന്നാണ് നമ്മളൊരു നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇപ്പോൾ അതല്ല, ഇപ്പം ആ ഒരു കവലകളും പീഡിയകളും ഇപ്പോഴത്തെ ഇൻസ്റ്റയും സോഷ്യൽ മീഡിയയും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. വീഡിയോയിൽ നിന്ന് നിങ്ങൾ ക്യാപ്ഷൻ കൊടുത്തതും ഈ വീഡിയോയിലുള്ള കാര്യമായിട്ട് ഒരു സാമ്യവുമില്ല. ഇപ്പോഴത്തെ കമന്റ് ബോക്സ് ആണ് അന്നത്തെ നമ്മൾ ഈ കൊണ്ട് സംസാരിക്കുന്നത്. ഓക്കെ, ഓരോ ആൾക്കാരുടെ പ്രതികരണം ഇപ്പോഴത്തെ കമന്റ് ബോക്സ് ആണ്. അപ്പോൾ കമന്റ് ബോക്സിൽ ആ വീഡിയോയെ കുറിച്ച് നിങ്ങൾ ഇട്ടതും വീഡിയോ ക്യാപ്ഷനുമായിട്ട് ഒരു സാമ്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രതികരണം, നമുക്ക് ഈ വീഡിയോ ഒന്ന് മനസ്സിലായത് നമ്മൾ കമന്റ് ബോക്സിൽ ഇടുന്നു. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് ഒന്നും മനസ്സിലാകുന്നില്ല, നിങ്ങളാണ് അതിൽ തെറ്റുകാരി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വീഡിയോയിലോട്ട് പോവാണ്. കൈമ്പൊക്കി കക്ഷവും കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അവിടെ ഒന്നും നാട്ടുകാരോ പിതാവോ മറ്റുള്ളവർ പുരുഷന്മാർ ആര് ഈ പെൺകുട്ടിയെ തിരുത്താൻ ശ്രമിച്ചാലും സ്വന്തം അച്ഛനെതിരെ വേണമെങ്കിലും പീഡന കേസ് പറഞ്ഞ് ഇവൾ വീഡിയോ ചെയ്തിടാനുള്ള സാധ്യതയുണ്ട്. ഈ പെൺകുട്ടിക്കെതിരെ ഞങ്ങൾ ഇന്നലെ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെസിപ്റ്റാണിത്. എല്ലാവർക്കും അപ്പനുണ്ട്, സഹോദരനുണ്ട്, മകനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ എന്തുകൊണ്ട് ഇത് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ, മുൻകാലങ്ങളിൽ പിതാക്കന്മാർക്ക് എന്തെങ്കിലും റോള് വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് പിതാക്കന്മാർക്ക് ഒരു റോളുമില്ല. റേഷൻ കാർഡിൽ നിന്ന് പോലും പിതാവിന്റെ പേര് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പിതാക്കന്മാർ പറയുന്നത് കേൾക്കില്ല, അമ്മ പറയുന്നത് കേൾക്കില്ല. അമ്മയും ഇതിന്റെ അപ്പുറമായിരിക്കാം. മനസ്സിലായില്ലേ? ഈ മകളുടെ സ്വഭാവം തന്നെ ആയിരിക്കാം ഏറെക്കുറെ അമ്മയ്ക്കും. അതുകൊണ്ടാണ് ഈ അച്ഛനോ മറ്റുള്ളവർക്കോ അവിടെ റോൾ ഇല്ലാതെ വരുന്നത്. ഇനി ഇവിടെ നമ്മുടെ നാട്ടുകാരുണ്ടല്ലോ, ആ പെൺകുട്ടിയെ അറിയാവുന്ന നാട്ടുകാർ ഒരുപാടുണ്ട്. അവരിതിനെ ഒന്ന് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? കാരണം തിരുത്തുവാൻ വേണ്ടി പോയാൽ അച്ഛനായാലും ശരി നാട്ടുകാരായാലും ശരി എല്ലാവർക്കെതിരെയും ഈ പെൺകുട്ടി പരാതി കൊടുക്കും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ നാട്ടുകാരോ പിതാവോ മറ്റുള്ളവർ പുരുഷന്മാർ മതി. എന്തായാലും ID കാർഡും ആധികാരികമായിട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് എന്തെങ്കിലും ആ കാണിച്ചിരിക്കുന്ന സ്ലിപ്പില് കാര്യമായിട്ടുള്ളത് തന്നെയാണ്. കേസ് എന്തോ ഫയൽ ചെയ്തിരിക്കുക, ലീഗലി എന്തോ മൂവ് ചെയ്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ അബ്സ കേറജിയുടെ വീഡിയോയിലോട്ട്, ആ വീഡിയോ കഴിഞ്ഞ് ഇട്ട 2 വീഡിയോ ഉണ്ട്, അതിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്താണ് കുട്ടിക്ക് പറയാനുള്ളത്? ഞാൻ അബ്സ കേറജി, നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് എന്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാ എന്നും പറഞ്ഞ് ആ വീഡിയോ ഫേക്കാന്ന് നിങ്ങൾ പറഞ്ഞല്ലേ, അതത്ര ശരിയായിട്ടില്ല. പിന്നെ പുരുഷ സംഘത്തിന്റെ മുതലാളി എന്റെ തലയ്ക്ക് 10,000 വില ഇട്ടിട്ടുണ്ട്. ഞാൻ അഡ്രസ്സ് പറഞ്ഞു തരാം, ആ പൈസ ഇങ്ങോട്ട് വന്നേക്ക്. അല്ലെ ഒരു കാര്യം ചെയ്യും, ഞാനൊരു 20,000 രൂപ അങ്ങോട്ട് തരാം. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ വല്ല പണയം വെച്ച് തരാം. ഞാൻ മാനം കെടുത്തി എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ. നിങ്ങൾ തലങ്ങും വിലങ്ങും വീഡിയോ ഇട്ട് നോക്കിയല്ലോ ആളിനെ കണ്ടുപിടിക്കാനായിട്ട്, ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഞാൻ തന്നെ ഒരു 80 ലക്ഷം ആൾക്കാരെ കാണിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ ഫേസ് ബ്ലറാക്കിയാലും റിലേറ്റീവ്സിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാ ആളിനെ മനസ്സിലാകുന്നു ഞാൻ കുടുംബം തകർത്തെന്ന്. വീഡിയോ ഇട്ടിട്ട് ഇത്രയും ദിവസമായല്ലേ, എന്നിട്ടും അയാൾ എന്താ പുറത്തു വരാത്തെ? അയാൾക്ക് അറിയാം അയാൾ ചെയ്തത് പോക്കത്തരമെന്ന്. നിങ്ങൾ എന്നെ പിഴയെന്ന് വിളിച്ചു. ഹായ്, ഞാൻ അബ്സ കേറജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡന്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിന്റെ കമന്റ്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ്സ്. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ചോദിക്കത്തില്ല. എന്താ? അവർക്ക് കണ്ടന്റ് വേണം.
കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലെന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അയാൾ മാന്യമായിട്ട്. പണ്ടൊക്കെ ഇങ്ങനെ ബസ്സുകളിലൊക്കെ വിഷയം നടക്കുമ്പോൾ നമ്മൾ സിനിമകളിലും അല്ലാതെ വാർത്തകളിലും ഒക്കെ കേൾക്കാറുണ്ടല്ലോ, ബസ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാനല്ലേ പറയുന്നത്. ഇത് സംഭവിക്കുന്നതൊക്കെ തലതിരിഞ്ഞാണ്. വീഡിയോ എടുക്കുക, സോഷ്യൽ മീഡിയ ഇടുക. പക്ഷെ ഞാൻ പിന്നെയും ഇത് ഹാങ് ഓൺ ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് ഉണ്ടായ ഒരു ദുരനുഭവം ഉണ്ടായതാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയണമെന്നുണ്ട്. അതിന് സത്യാവസ്ഥ അതിൽ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ, അത് ചെയ്ത തെറ്റുകാരുണ്ടോ, അതിന് നിയമ നടപടി ചെയ്ത് ആ തെറ്റ് ചെയ്ത ആ വ്യക്തിയെ ശിക്ഷിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിൽ സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പിന്നെയും ഇടുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് 2 വ്യക്തികൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാനിപ്പം ലാസ്റ്റ് ഞാനിപ്പം വീഡിയോയിൽ പറയുന്നതുകൊണ്ട് ഇപ്പം പകുതിക്ക് വെച്ച് എനിക്കെതിരെ പൊങ്കാല ഇടുമെന്ന് എനിക്ക് അറിയുന്നില്ല. എന്തായാലും ഞാനിതിൽ നിരപരാധി കേട്ടോ. നിങ്ങൾ വീഡിയോ പകുതി കണ്ടിട്ട് പോവുകയാണെങ്കിൽ ബാക്കി മൊത്തം കാണുവാണെങ്കിൽ ഞാൻ ഇപ്പം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. അബ്സ കെ റജി, നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ, കറക്റ്റായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടോ. ഓക്കെ, സോഷ്യൽ മീഡിയ നിങ്ങളെ സോറി പറയും, ക്ഷമ പറയും എന്നുള്ള കമൻറ്റ് വരെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി ഇട്ടിരിക്കുന്ന വീഡിയോയും ഇനി തുടർച്ച് വീഡിയോ എത്രത്തോളം ഇട്ടാലും നിങ്ങൾക്ക് എതിരെ സംസാരിക്കാനുള്ള കമൻറ്റ് ബോക്സേ കാണുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.